നിലവിളക്കൊക്കെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. ഈ ലിക്വിഡ് നമുക്ക് കുറേ കാലത്തേക്ക് തയ്യാറാക്കി വെച്ചേക്കാവുന്നതാണ്, ചീത്തയായിട്ടൊന്നും പോകത്തില്ല. അതിനുവേണ്ടി കുറച്ച് ചെറുനാരങ്ങ എടുത്ത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം, അല്ലാതെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ലിക്വിഡും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വിളക്ക് വൃത്തിയാക്കാൻ പോകുമ്പോൾ ഈ മൊത്തത്തിലുള്ളത് ഇന്ന് എടുത്ത് ഉപയോഗിക്കേണ്ട, ഇതിൽ നിന്ന് ആവശ്യത്തിന് വേറൊരു പാത്രത്തിലെടുത്ത് അങ്ങനെ ഉപയോഗിക്കുക. മൊത്തത്തിലുള്ളത് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും പച്ചവെള്ളമൊക്കെ അതിൽ വീഴുമല്ലോ, അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇത് കേടായിട്ടൊന്നും പോകത്തില്ല, എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. പിന്നെ ഇതിൽ നമുക്ക് കുറച്ചുകൂടി ലിക്വിഡ് രൂപത്തിലാക്കണമെങ്കിൽ കുറച്ചുകൂടി തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ ഒരു കുറുകിയ പരുവത്തിലാണ് തയ്യാറാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നിലവിളക്കെല്ലാം നന്നായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്.